ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും യോഗ്യരാകുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വരമുയർത്തി ഹല്ലേലൂയ. അലൈനിലെ തണുപ്പിൽ നിന്ന് റാസൽ കമയിൽ മഹത്വത്തിന്റെ തീയുമായി എത്തിയ ജോയ് ബ്രദറിന് നമുക്ക് കരങ്ങൾ അടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം. ബെത്സദ എന്ന പ്രോഗ്രാം 2008 മുതൽ UAE നടത്തുന്ന ഈ പ്രോഗ്രാം നമ്മൾ ഇന്ന് ഈ 2025 ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ടൂടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും ഇതിന് തുടക്കത്തിലുമായിട്ട് ബഹുമാനപ്പെട്ട വൈദികരെത്തിയിട്ടുണ്ട്. നമ്മുടെ UAE കാരിസിന്റെ മലയാളം വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടത്തിന്റെ പ്രവാചകനായ ബോസ്കോ അച്ഛനുണ്ട്. NSC കാരിസ് UAE നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ക്ലിൻസൺ ബ്രദറുണ്ട്. നമുക്ക് എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട വൈദികരും NSCയുടെ ബന്ധപ്പെട്ടവരും സ്റ്റേജിലേക്ക് വരണം അഭ്യർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. യെശയ്യാ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കധികം സമയം കളയാതെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത് കൊണ്ട് സ്വാഗതം പറയുവാനായിട്ട് UAE കാരിസിന്റെ റീച്ച് ഔട്ടിന്റെ മലയാളം വിഭാഗത്തിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ചേട്ടനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയ വചനത്തിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും കരുണ പ്രാർത്ഥനയിലൂടെയും ഒക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ദിനം ഇന്നാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ഈ ബെത്സദ 25ന്റെ ഈ കൂട്ടായ്മ നടത്തപ്പെടുവാനായി നമുക്ക് അംഗീകാരം തന്ന UAE കാരിസിന്റെ മലയാളം സമൂഹത്തിന്റെ സ്പിരിച്വൽ ഡയറക്ടറായ നമ്മുടെ സ്നേഹിതയായ പ്രിയപ്പെട്ട വർഗീസ് കോഴിപ്പാടിനെ സ്നേഹപൂർവ്വം സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഇന്ന് നമുക്ക് കുടിവരവിനും ഈ ശുശ്രൂഷ നടത്തപ്പെടുവാനും അനുവാദം തന്ന റാസൽഖീമ ഇടവികാരിയായ ഫാദർ ജോയിഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ അവിടെ എത്തിയിട്ടില്ല. അതുപോലെ ഇന്ന് നമ്മുടെ ഈ കുടിവരവ് അനുഗ്രഹപ്രദമാക്കുവാൻ ദൈവം നമുക്കായി നൽകിയ പ്രവാചകനായ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബോസ്കോ അച്ഛനെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ബെത്സദയുടെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുകയും എല്ലാ പ്രോഗ്രാമുകളെയും അതിൻ്റെ വേണ്ടതായ രീതിയിൽ ക്രമീകരിക്കപ്പെടുവാൻ സഹായിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത NSC കോർഡിനേറ്ററായ ക്ലിൻസൺ ബ്രദറിനെ പ്രിയമായി സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്ന് ഈ പ്രാർത്ഥനാ ദിനത്തിൽ സംബന്ധിക്കുവാനായി അബുദാബിയിൽ നിന്നും, മുസഫയിൽ നിന്നും, അലയിൽ നിന്നും, ജബലായിൽ നിന്നും, ദുബായിൽ നിന്നും, ഷാർജയിൽ നിന്നും, ഉമൽഖയിൽ നിന്നും, റാസൽ ഖൈമയിൽ നിന്നും, ഫുജറയിൽ നിന്നും എത്തിയ എല്ലാ സഹോദരി സഹോദരങ്ങളെയും പ്രത്യേകമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ ഉദ്ഘാടന സന്ദേശത്തിനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വർഗീസിനെ ക്ഷണിക്കുന്നു. ഇത്രയും സ്നേഹമുള്ള ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ബോസ്കോ അച്ഛൻ,
നമ്മുടെ കാരിസിൻ്റെ യുടെ കോർഡിനേറ്ററായ ക്രിസ്ത്യൻ ചേട്ടൻ, മലയാളം കാരിസ് കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന സാലസ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു പരിപാടിയുടെ ആരംഭത്തിന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ സന്ദർശനത്തിന് വാതിൽ തുറക്കാനാണ് നമ്മളിന്ന് കൂടിയിരിക്കുക. നമ്മുടെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ് ഈ സംഗമത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത്. എൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കി തീർക്കും. കാരിസ് റീച്ച് ഔട്ട് മിനിസ്ട്രിയുടെ നേതൃത്വം നടക്കുന്ന ബെത്സെദ ശാരീരികവും ആത്മീകവുമായ ഒരു പുതുക്കലിൻ്റെ കുളമാണ്. ബൈബിളിലെ ബെത്സെദ കുളത്തിലെ പോലെ ദൈവത്തിൻ്റെ സ്പർശം നമുക്ക് പുതിയൊരു ജീവൻ നൽകുമെന്ന വിശ്വാസത്തോടെ നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ മണിക്കൂറുകളിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകുകയാണ്. ഇന്നത്തെ ബോസ്കോച്ചിൻ്റെ ശുശ്രൂഷകളിലൂടെ നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കും, അധർമ്മം വർദ്ധിക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുക. വിശ്വാസം തകർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അവിടെയാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിക്കാർ എഴുതിയ ലേഖനത്തിൽ 2 അധ്യായം 15 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ഈ കാലഘട്ടത്തിന് വേണ്ടി നൽകുന്ന ഒരു സന്ദേശമാണ്: നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുമുള്ള തലമുറയ്ക്കിടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതിന് നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുകയും. അതുകൊണ്ട് നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുകയും. ലോകം ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ലോകത്തിൻ്റെ ഭാഗമായി ഒഴുകിപ്പോകാൻ ചേർന്നവരല്ല നമ്മൾ. ഒഴുക്കിനൊത്തിങ്ങനെ ഒഴുകിയിരുന്ന നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇരുട്ടിൽ പ്രകാശമാകാൻ വേണ്ടിയിട്ടാണ്. രുചിയില്ലാത്തടുത്ത് നമ്മൾ രുചിയാകാനും ഉപ്പാകാനും പ്രകാശമാകാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് 1 പത്രോസ് ശ്ലീഹായുടെ 1 ലേഖനത്തിൽ 2 അധ്യായം 8-9 തിരുവചനങ്ങളിൽ ഈ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: വചനത്തെ ധിക്കരിച്ചവർ തട്ടി വീഴുന്നു, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, രാജപുരോഹിത ഗണമാണ്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം സൃഷ്ടിക്കും. ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുക്കുന്ന പദ്ധതികളൊക്കെ വിജയവരിക്കുന്നതായിട്ട് മാറും. സകല മനുഷ്യരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ, ലോകത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് സ്വന്തം ചുറ്റുപാടുള്ള മനുഷ്യരോട് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാൻ, പരസ്പരം സഹായിക്കാനൊക്കെയാണ് ഇത്തരത്തിലുള്ള റീച്ച് ഔട്ട് മിനിസ്ട്രി നേതൃത്വത്തിൽ ബെത്സെദ എന്ന സംഗമങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവരെ ഒരു പുതിയ തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇത്തരം പ്രോഗ്രാമുകൾക്ക്, ശുശ്രൂഷകൾക്ക് സാധിക്കട്ടെ. ആ ബോധ്യത്തോടെ ആയിരിക്കട്ടെ നമ്മൾ ഇവിടെ ആയിരിക്കേണ്ടത്. നമുക്കറിയാം, ഇല്ലായ്മകളിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവമാണ് നമ്മളുടെ. ഒരു കഥ ചോർക്കുകയാണ്. നല്ല തണുപ്പുള്ള ഒരു ഗ്രാമം.
അവിടെയുള്ള ആൾക്കാർ വളരെ പട്ടിണിയിലാണ്, വളരെ ദരിദ്രരായ മനുഷ്യരാണ്. അവിടേക്കാണ് ഒരു റാന്തൽ വിളക്കുമായി ഒരു സന്യാസി കടന്നു വരുന്നത്. ആ സന്യാസി കടന്നു വരുമ്പോൾ ഇവരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ സന്യാസി പറഞ്ഞു, നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ ആൾക്കാർ പറഞ്ഞു, സൂപ്പ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് പരിപ്പുണ്ട്. വേറൊരാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇന്ന സാധനമുണ്ട്. അപ്പോൾ സന്യാസി പറഞ്ഞ സാധനം ഉണ്ടായി മാത്രം പോരാ, നമുക്ക് അടുപ്പ് വേണം, തീ വേണം. അവര് ഈ ധാന്യങ്ങൾ കൊണ്ടുവന്നു, മറ്റു സാധനങ്ങൾ കൊണ്ടുവന്നു. ഒരാൾ അടുപ്പുണ്ടാക്കി, തീ കത്തിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നപ്പോൾ അവിടെ സൂപ്പ് എന്നൊരു സാധനം ഉണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ കൂട്ടായ്മകളിലൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ്. ഈ അഗ്നിയില്ലെങ്കിൽ ജ്വലനം ഉണ്ടാവുകയില്ല. പരിശുദ്ധാത്മാവാണ് ജ്വലനം നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ തന്നെ ജ്വലിക്കുന്നവരായിട്ട് മാറണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ ജ്വലിപ്പിക്കുന്നവരായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വയം വിശുദ്ധീകരണത്തിലൂടെ സഭയെ നവീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് ഉപകരണങ്ങളാകാൻ ഇത്തരം കൂട്ടായ്മകൾ നമ്മളെ സഹായിക്കട്ടെ. ഇത്തരം ശുശ്രൂഷകൾ നമുക്ക് അതിലേക്കായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ബെത്സദ എന്ന ഈ കൂട്ടായ്മ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. ദൈവത്തിന്